ടെററിസം കേസുകൾ തന്നെ എടുത്തു നോക്കുക. രാജ്യത്ത് നടന്നിട്ടുള്ള ഒരു 2000 മുതൽ 2014 വരെ, 14 ഞാൻ പറയാം കാരണം മോദി അധികാരത്തിലെത്തുന്ന വരെ നടന്നിട്ടുള്ള ഈ ടെറർ റിലേറ്റഡ് കേസുകൾ എടുക്കുക. ആ കേസുകളിൽ ഒന്നിലും കൺക്ലൂസീവായ ജഡ്ജ്മെൻ്റ് ഉണ്ടായിട്ടില്ല. ഒന്നിലും. പാർലമെൻ്റ് ആക്രമണ കേസ് അതാരാണ് ചെയ്തതെന്ന് ഇപ്പോഴും നമുക്കറിയില്ല. ബോംബെയിൽ പല ഘട്ടങ്ങളിലായി, പല വർഷങ്ങളിലായി സ്ഫോടന പരമ്പരകളാണ്. 100 കണക്കിന് ആൾക്കാർ മനുഷ്യരെ കൊല്ലപ്പെട്ടു. 10-20 വർഷം ജയിലിൽ കിടന്ന ആളുകൾ വെറുതെ വിട്ടു. ഇങ്ങനെ വെറുതെ വിട്ട കേസുകളുടെ ഒരു ദീർഘ ലിസ്റ്റ് നമ്മൾ കഴിഞ്ഞ 3-4 വർഷമായിട്ട് വാർത്ത വായിച്ചു പോകുന്നുണ്ട്. ബോംബെ കേസാവട്ടെ, മാലേഗാവ് കേസുകളാവട്ടെ, കുറേ കേസുകൾ ആളുകൾ വെറുതെ വിടുന്നു. അപ്പോൾ ഇതൊക്കെ ആര് ചെയ്തു? ഈ ബോംബ് വെച്ച് ഈ മനുഷ്യരെ കൊന്നതാരാണ്? അതറിയണ്ടേ? 20 വർഷം കുറേ ആൾക്കാരെ പിടിച്ചുകൊണ്ട് ജയിലിലിട്ട് കോടതി പിന്നെ അവരെ വെറുതെ വിട്ടു. ഇത് ചെയ്തതാരാണെന്ന് അറിയണ്ടേ? സംജോത എക്സ്പ്രസ് കേസ്, അജ്മീർ സ്ഫോടനം, ഓരോ മക്ക മസ്ജിദ് സ്ഫോടനം, അങ്ങനെ പറഞ്ഞ് ഓരോ നഗരത്തിൻ്റെ പേരിലും സ്ഫോടന കേസുകളുണ്ട് ഇന്ത്യയിൽ. ഈ കേസുകളിലൊക്കെ മുസ്ലിം ചെറുപ്പക്കാരെ പിടിച്ചുകൊണ്ട് ജയിലിലിട്ടിട്ട് 10-20 വർഷം ജയിലിട്ട് അവർ വെറുതെ വിട്ടിട്ടുണ്ട്. കുറേ പേര് ജയിലിൽ കിടന്ന് മരിച്ചു പോയിട്ടുണ്ട്. അതിൽ ആകെ അബ്ദുൽ നാസർ മദനി മാത്രമാണ് ഇപ്പോൾ പുറത്ത് ജീവിക്കുന്നത്, ജയിലിലല്ലാതെ ജീവിക്കുന്നത്. ബാക്കിയെല്ലാം ജയിലിൽ തന്നെയാണ്. എന്നാൽ ചില കേസുകളിൽ പ്രതികൾക്ക് ജാമ്യം ലഭിച്ചിട്ടുണ്ട്. ഇപ്പോൾ ഉദാഹരണത്തിന് മാലേഗാവ് കേസ്. മാലേഗാവ് കേസ് ഒരു എക്സെപ്ഷനാണ്. പ്രഗ്യാ സിംഗ് ഠാക്കൂറിനെയും കേണൽ ശ്രീകാന്ത് പുരോഹിതിനെയും പ്രതി ചേർത്ത് അവർ അറസ്റ്റ് ചെയ്ത് ജയിലിട്ടു. UAP പ്രകാരം അറസ്റ്റ് ചെയ്ത് ജയിലിട്ടു. 2 പേർക്കും ജാമ്യം കിട്ടിയിരുന്നു. ജാമ്യത്തിലിറങ്ങിയ പ്രഗ്യാ സിംഗ് ഠാക്കൂർ ഭോപ്പാലിൽ നിന്ന് ഇലക്ഷനിൽ മത്സരിച്ച് പാർലമെൻറ്റ് MP ആയി. പാർലമെൻറ്റിലേക്ക് മത്സരിച്ച് ജയിച്ചു. വൻ ഭൂരിപക്ഷത്തിൽ ജയിച്ചു 2 തവണ. എന്നിട്ട് അവരിപ്പോൾ അക്യൂറ്റ് ചെയ്തു. ആ മാലേഗാവിൽ ആരാ ബോംബ് വെച്ചത്? സംജോത എക്സ്പ്രസ്സിന് ആരാ ബോംബ് വെച്ചത്? അജ്മീറിൽ ആരാ ബോംബ് വെച്ചത്? മക്ക മസ്ജിദിൽ ബോംബ് വെച്ചത് ആരാണ്? ഇതിനൊന്നും ആളില്ലേ? അപ്പോൾ ഞാൻ പറയുന്നത് ഇന്ത്യയിലൊരു ഡീപ്പ് സ്റ്റേറ്റ് ഉണ്ട്. ആ ഡീപ്പ് സ്റ്റേറ്റ് എവിടെയുണ്ട്? ജുഡീഷ്യറിയിലുണ്ട്, പട്ടാളത്തിലുണ്ട്, ഇൻ്റലിജൻസിലുണ്ട്, ബ്യൂറോക്രസിയിലുണ്ട്. അത് BJP ഭരിക്കുമ്പോൾ മാത്രമല്ല, കോൺഗ്രസ് ഭരിക്കുമ്പോഴും ഉണ്ട്. അത് കോൺഗ്രസ് തിരിച്ചറിഞ്ഞില്ല എന്നിടത്താണ് കോൺഗ്രസിൻ്റെ തകർച്ചയുടെ തുടക്കം. കോൺഗ്രസിന് അത് മനസ്സിലായിട്ടില്ല. അത് ഇപ്പോഴും മനസ്സിലായിട്ടില്ല കോൺഗ്രസിന്. ഇപ്പോൾ കർണാടക ഭരിക്കുന്ന കോൺഗ്രസ്സാണ്. ഈ സക്രിയയുടെ ജാമ്യാപേക്ഷ കോൺഗ്രസ് സർക്കാർ എതിർക്കിയത്. അവർക്ക് ഇപ്പോഴും മനസ്സിലായിട്ടില്ല ഈ കേസ് എന്താണെന്നും. എന്താ ബാംഗ്ലൂർ സ്ഫോടന കേസ്? ലോ ഇൻറ്റൻസിറ്റി ബോംബുകൾ ബാംഗ്ലൂർ നഗരത്തിൽ മടിവാള ഉൾപ്പെടെയുള്ള പ്രധാനപ്പെട്ട പ്രദേശങ്ങൾ പൊട്ടി. ഒരു സ്ത്രീ കൊല്ലപ്പെട്ടു, 9 പേർക്കോ മറ്റോ പരിക്കേറ്റു. 9 പേര്. ആളുകൾ ഓട്ടത്തിലും തിക്കിലും തിരക്കിലേക്ക് വീണ് പരിക്കേറ്റതാണ് ഈ പറയുന്ന മൊത്തം കണക്ക്. ഒരു സ്ത്രീ മരിച്ചു പോലും വീണാണ് മരിച്ചത്. അവർ ബോംബ് പൊട്ടിയല്ല മരിച്ചത്. അപ്പോൾ ഇതാണ് കേസ്. അപ്പോൾ ഇത്തരം കേസുകൾ രാജ്യത്ത് എല്ലായിടത്തും നടക്കുമ്പോൾ കോൺഗ്രസ്സാണ് അധികാരത്തിലുള്ളത്. കർണാടകയിൽ വന്ന് കോൺഗ്രസ്സാണ് ഭരിക്കുന്നത്. ഈ ബാംഗ്ലൂർ സ്ഫോടന കേസ് നടക്കുമ്പോൾ ഇവരുടെ കയ്യിൽ ഇൻ്റലിജൻസ് സംവിധാനമില്ല. ഇതൊക്കെ എങ്ങനെയാണ് സംഭവിച്ചിട്ടുണ്ടാവുക? അത് ആരാണ് ചെയ്തിട്ടുണ്ടാവുക? ഈ രാജ്യം മുഴുവൻ അവർ ഭരിച്ചുകൊണ്ടിരിക്കുമ്പോൾ 1-2 UPA സർക്കാരുകളുടെ കാലത്തും അതിന് തൊട്ടും വാജ്പേയി സർക്കാരിൻ്റെ കാലത്തും ഈ രാജ്യത്ത് മുഴുവൻ ബോംബ് സ്ഫോടനം ഉണ്ടായി. ഇതാരായിരിക്കും ചെയ്തിട്ടുണ്ടാവുക എന്ന് ഇൻ്റലിജൻസ് വിവരം, പോലീസ് അന്വേഷണം വേണ്ട, ഇൻ്റലിജൻസ് വിവരം കോൺഗ്രസ്സുകാരുടെ ഇല്ലേ? P. ചിദംബരം ആഭ്യന്തരമന്ത്രിയായിരുന്നു, ശിവരാജ് സിംഗ് ചൗഹാൻ ആഭ്യന്തരമന്ത്രിയായിരുന്നു. ഇവർക്ക് അറിയില്ലേ ഇത് ആരായിരിക്കും ചെയ്തിട്ടുണ്ടാവുക? ആരാണിതിന് പിന്നിൽ? ശിവരാജ് പാട്ടീൽ. അപ്പോൾ ഇതറിയാത്ത കോൺഗ്രസ് ഇപ്പോഴും സക്രിയയുടെ ജാമ്യാപേക്ഷ എതിർത്തുകൊണ്ടിരിക്കുകയാണ്. ഇവിടെയാണ് നമ്മൾ പറയുന്നത് ഈ ഡീപ്പ് സ്റ്റേറ്റിനെ ആര് തിരിച്ചറിഞ്ഞിട്ടുണ്ട്? രാഹുൽ ഗാന്ധി തിരിച്ചറിഞ്ഞിട്ടുണ്ടോ? രാഹുൽ ഗാന്ധി, ഞാൻ പറഞ്ഞില്ല, ആ ഇന്ത്യ സഖ്യത്തിൻ്റെ മീറ്റിങ്ങിൽ അദ്ദേഹം പ്രധാനമായും പറയുന്നൊരു കാര്യം അതാണ്. ഇന്ത്യയുടെ മുഴുവൻ സംവിധാനങ്ങളെയും ഹൈജാക്ക് ചെയ്യപ്പെട്ടിട്ടുണ്ട് എന്ന് രാഹുൽ ഗാന്ധിക്ക് മനസ്സിലായി. പക്ഷേ സിദ്ധരാമയ്യയ്ക്കോ DK ശിവകുമാറിനോ ഇത് മനസ്സിലാവുന്നില്ല. ഇത് മനസ്സിലാവാത്തിടത്തോളം നമുക്ക് ഇന്ത്യയെ വീണ്ടെടുക്കാൻ കഴിയില്ല. ഈ ടെറർ കേസുകൾ, ഈ നിരപരാധികൾ, ജയിൽ കിടന്ന നിരപരാധികൾ എന്ന് പറഞ്ഞാൽ ഇന്ത്യ നേരിടുന്ന രോഗത്തിൻ്റെ ഒരു രോഗലക്ഷണം മാത്രമാണ്. യഥാർത്ഥ രോഗം എന്ന് പറയുന്നത് ആ ഡീപ്പ് സ്റ്റേറ്റാണ്. ആ ഡീപ്പ് സ്റ്റേറ്റ് ആരാണെന്ന് എല്ലാവർക്കും അറിയാം. അത് അറിഞ്ഞിട്ടും അറിയാതെ നടിച്ചു കഴിഞ്ഞാൽ ആ ഡീപ്പ് സ്റ്റേറ്റിൽ നിന്ന് നമുക്ക് ഇന്ത്യ രക്ഷിക്കാൻ കഴിയില്ല. കാരണം ഇത് BJP ഭരിക്കുമ്പോൾ മാത്രം സംഭവിക്കും. നാളെ ഇപ്പോൾ BJP കഴിഞ്ഞു എഴുതുക, നാളെ കോൺഗ്രസ് അധികാരത്തിൽ വരികയാണ്, മോദി തോറ്റു, രാഹുൽ ഗാന്ധി പ്രധാനമന്ത്രിയാവുകയാണ്. ഇതേ ഡീപ്പ് സ്റ്റേറ്റ് അവിടെ തന്നെ ഉണ്ടാവും. മൻമോഹൻ സിംഗ് സർക്കാർ ഭരിച്ചുകൊണ്ടിരുന്ന സമയത്തും, നരസിംഹറാവു ഭരിച്ചുകൊണ്ടിരുന്ന സമയത്തും, രാജീവ് ഗാന്ധി ഭരിച്ച സമയത്തും, ഇന്ദിരാഗാന്ധിയുടെ കാലത്തും ഉണ്ടായിരുന്ന അതേ ഡീപ്പ് സ്റ്റേറ്റ് ഇനി കോൺഗ്രസ് അധികാരത്തിൽ വന്നാലും ഉണ്ടാവും. ഇതേ പ്രശ്നങ്ങൾ ആവർത്തിക്കും. അപ്പോൾ യഥാർത്ഥത്തിലുള്ള രോഗം എന്ന് പറയുന്ന ആ ഡീപ്പ് സ്റ്റേറ്റാണ്. അതിനെ തിരിച്ചറിയാതെ അതിനെ വേരോടെ പിഴുതെറിയുക മാത്രമേ ഇന്ത്യയെ വീണ്ടെടുക്കാൻ വഴിയുള്ളൂ.